സമീർ, ഇപ്പോൾ സുഹൈലിലെ മേപ്പാടി ഗവൺമെന്റ് LP സ്കൂളിന് മുൻപിൽ നിന്നാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ സ്കൂൾ കണ്ടപ്പോൾ ഞാൻ മനസ്സിൽ ആലോചിക്കുകയായിരുന്നു, ഒരുപാട് സ്വപ്നങ്ങളുള്ള, ഒരുപാട് കഴിവുകളുള്ള എത്രയോ കുരുന്നുകൾ പഠിക്കുന്ന ഒരു വിദ്യാലയമാണ്. അപ്പോൾ ഇനി അവർ തിരികെ അവിടെ എത്തുമ്പോൾ അവരുടെ ഒരു മനസ്സെങ്ങനെയായിരിക്കും? ഈ ദുരന്തത്തിൽ നിന്നുള്ള ആഘാതത്തിൽ നിന്ന് എങ്ങനെ അവർ കയറും ഈ കൊച്ചു കുഞ്ഞുങ്ങൾ എന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. ഈ പറഞ്ഞതുപോലെ തന്നെ ചാലിയാറിൽ ഇന്നത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലുള്ളവരൊക്കെ മാനസികമായി വളരെ ആഘാതത്തിലൂടെ കടന്നു പോകുന്ന അവസരങ്ങളാണല്ലോ. അപ്പോൾ അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരം എന്താണ്? ക്രിസ്റ്റീന, സ്മിത, ഞാനിപ്പോൾ നിൽക്കുന്നത് ചാലിയാർ പുഴയുടെ പോത്തുക്കൽ ഇരുട്ടുകുത്തി എന്ന് പറയുന്ന കടവിലാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളെ വലിയ തരത്തിലുള്ള തെരച്ചിലായിരുന്നു ഈ ഭാഗത്ത് നടന്നിരുന്നത്. നിലവിൽ ചാലിയാർ പുഴയിൽ ഫയർഫോഴ്സും പോലീസും ചേർന്നുള്ള തിരച്ചിൽ മാത്രമാണ് നടക്കുന്നത് എന്നുള്ളതാണ്. വയനാട്ടിൽ കിടന്നുറങ്ങിയ, മുണ്ടയ്ക്കലും ചുള്ളിമലയിലും കിടന്നുറങ്ങിയ ഒരുപാട് മനുഷ്യർ ഈ ചാലിയാർ പുഴയിലൂടെ ഒഴുകി വന്ന് അടുത്ത ദിവസം ഇവിടെ കാണുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ചാലിയാർ പുഴയിൽ നിന്നും ഇതുവരെ 253 മൃതദേഹങ്ങളാണ് ലഭിച്ചത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. അതിന് രക്ഷാപ്രവർത്തനം നടത്തിയ ഒരുപാട് പേർ നമ്മോടൊപ്പം ഇപ്പോൾ ചേരുന്നുണ്ട്. കാരണം ഇന്ന് വയനാട് നിലവിൽ അതിജീവനത്തിന്റെ പാതയിലാണ്. ചാലിയാർ പുഴയൊക്കെ തന്നെ അതിന്റെ പൂർവ്വസ്ഥിതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. അത് ഈ ഒരു ഘട്ടത്തിൽ ഈ രക്ഷാപ്രവർത്തനം നടത്തിയവരുടെ അഭിപ്രായങ്ങൾ കൂടി വളരെ പ്രധാനമാണ് എന്നുള്ളതാണ്. ഈ ഇരുട്ടുകുത്തി വനമേഖലയിൽ ഈ മൃതദേഹങ്ങൾ എത്തിച്ചിരുന്നത് ഒരു ട്രാക്ടറിലായിരുന്നു. ആ ട്രാക്ടർ ഓടിച്ചിരുന്ന DYFI പ്രവർത്തകൻ ഷിബിൽ നമ്മോടൊപ്പം ചേരുകയാണ്. വല്ലാത്തൊരു അവസ്ഥയായിരുന്നല്ലേ അത്, ആ ട്രാക്ടർ ഓടിക്കലും ആ ഒരു മൃതദേഹങ്ങളെല്ലാം തന്നെ ഇവിടുന്ന് കണ്ടെത്തുന്നതും എല്ലാം? മൃതദേഹങ്ങൾ മുഴുവനും കണ്ടെത്തിയിട്ടുള്ളത് ഇവിടുന്ന് ഒരു 8 കിലോമീറ്റർ അപ്പുറത്തോട്ടുള്ള ഭാഗങ്ങളിൽ നിന്നാണ് കൂടുതലായിട്ട് കണ്ടെത്തിയിട്ടുള്ളത്. അത് മുഴുവൻ ഇവിടെ ട്രാക്ടറിലാണ് ഇവിടെ എത്തിച്ച് ഈ പുഴക്കര കടത്തിയതും. അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരുന്നു. ഒരുപാട് കിലോമീറ്ററുകളോളം ശരീരങ്ങളും ശരീരഭാഗങ്ങളൊക്കെ ചുമന്നു വരേണ്ട ഒരു അവസ്ഥ ഉണ്ടായല്ലേ വനത്തിൽ ട്രാക്ടർ പോകുന്ന 8 കിലോമീറ്റർ ആണ്. അവിടുന്ന് അങ്ങോട്ടൊരു 9 കിലോമീറ്ററിന്റെ അടുത്ത് ശരീരഭാഗം ചുമന്നു കൊണ്ടുവരേണ്ടതുണ്ട്. പിന്നീട് നമ്മുടെ ചങ്ങാടം വഴി ഇങ്ങോട്ടേക്ക് കടത്തും അല്ലേ? ചെങ്ങാടം വഴി ഫസ്റ്റത്തെ ദിവസമൊക്കെ വെള്ളം കൂടുതലായതുകൊണ്ട് ഈ ഫയർഫോഴ്സിന്റെ ബോട്ടൊക്കെ ഇറങ്ങിയിരുന്നു. അത് പിന്നെ വെള്ളം കുറയുന്ന സാഹചര്യത്തിൽ ബോട്ട് ഇവിടെ ഇറക്കാൻ കഴിയാത്തതുകൊണ്ട് ചങ്ങാടം ഉപയോഗിച്ചാണ് ഇക്കരെ കടത്തിയിട്ടുള്ളത്. താങ്കൾ രക്ഷാപ്രവർത്തനത്തിൽ വളരെ സജീവമായിരുന്നു. പക്ഷേ പുത്തുമല ദുരന്തത്തിൽ താങ്കളുടെ വീടടക്കം പോയ ഒരാൾ കൂടിയാണല്ലേ? അത് 2019 പ്രളയത്തിൽ എൻ്റെ വീട് പൂർണ്ണമായിട്ട് തകർന്നാണ്. കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ വേറെ താമസിക്കുന്നു. ഏതായാലും ഇങ്ങനെ നിരവധി ആളുകൾ ഇവിടെ ഉണ്ട്. 2019 വീട് പൂർണ്ണമായും ഒലിച്ചുപോയ ഷിബിലിയാണ് ഇവിടെ രക്ഷാപ്രവർത്തനത്തിൽ വളരെ പ്രധാനപ്പെട്ടതായിട്ട് ഉണ്ടായിരുന്നത്. അങ്ങനെ നിരവധി രക്ഷാപ്രവർത്തകരുണ്ട്. ഇപ്പോൾ നമ്മോടൊപ്പം യൂനുസ് കൂടി ചേരുകയാണ്. അദ്ദേഹം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ മോർച്ചറിയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ആളായിരുന്നു. അദ്ദേഹം 240-ലധികം മൃതദേഹങ്ങളും കുളിപ്പിക്കുന്നതിനെല്ലാം തന്നെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്. ഒരുപാട് മൃതദേഹങ്ങൾ ശുചീകരിക്കുന്നതിന് വേണ്ടി കൂടെ ഉണ്ടായിരുന്നല്ലേ മോർച്ചറിയിൽ? ഒരുപാട് മൃതദേഹങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ വയനാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് രാവിലെ പുലർച്ചെ നിലമ്പൂരിലേക്ക് ഇറങ്ങിയതായിരുന്നു. അപ്പോഴാണ് മുണ്ടയിൽ നിന്നും ബോഡി കിട്ടുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങളും ട്രോമാ കെയറിൻ്റെ ടീം ഹോസ്പിറ്റലിലേക്ക് കയറി. അവിടെ വെച്ച് ആദ്യത്തെ ബോഡി ഒരു കുട്ടിയുടെ ബോഡി വന്നു. പിന്നെ തുടരെ ബോഡികൾ വന്നു. ഏകദേശം 253ഓളം ബോഡികൾ ഏകദേശം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൽ നമുക്ക് ഭയങ്കരമായ ഒരു മനസ്സിക്ക് വിഷമം എന്നല്ല, എല്ലാ കാര്യങ്ങളിലും മനസ്സിൽ വിഷമമാണ്. പക്ഷെ ഒന്നുകൂടെ നമ്മൾ പിഞ്ചു കുട്ടികളുടെ ബോഡികളൊക്കെ കിട്ടുമ്പം മാനസികമായിട്ട് ആകെ പ്രശ്നം തന്നെയാണ്. കാരണം സങ്കടം സഹിക്കാൻ കഴിയില്ല. നമ്മളെ കുട്ടികളെ പ്രായമുള്ള കുട്ടികളെയൊക്കെ ആ ബോഡികളൊക്കെ വരുമ്പോൾ മാനസികമായിട്ട് വളരെ സങ്കടങ്ങൾ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഏതൊരു സമയത്ത് താങ്കളൊന്ന് പതറിപ്പോയല്ലേ? പിന്നീട് കൗൺസിലിംഗ് ഒക്കെ വിധേയമാക്കിയാൽ നോർമലായതല്ലേ? അത് 179ാമത്തെ ഒരു ബോഡി വന്നപ്പോൾ സെയിം എൻ്റെ മോളെ പ്രായമുള്ള ഒരു ബോഡി, ഒരു ഫുൾ ബോഡി വന്നിരുന്നു. ആ സമയത്ത് മാനസികമായിട്ട് ആകെ താളം തെറ്റിയിരുന്നു. പിന്നെ ഹോസ്പിറ്റൽ അധികൃതർ, സൂപ്രണ്ടാണെങ്കിലും സിനാസ് സാറാണെങ്കിലും കട്ടക്ക് കൂടെ നിന്ന്, നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളും എല്ലാവരും തന്നെ കട്ടക്ക് കൂടെ നിന്ന് തളരരുത്, അങ്ങനെ ഒരു പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ വീണ്ടും പ്രവർത്തനത്തിലേക്ക് വന്നത്. അതായത് അന്ന് സ്റ്റാർട്ടിങ്ങിൽ വന്നതിൻ്റെ ശേഷം 3-4 ദിവസം വീട്ടിലേക്കൊന്നും പോവാതെ ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു തുടർച്ചയായിട്ട് ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ വർക്ക് ചെയ്യണത് ഹോസ്പിറ്റൽ റോഡിലെ ടൈലർ ഷോപ്പിലെ KM ഡ്രസ്സസ് പറഞ്ഞ ടൈലർ ഷോപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്കവിടെ ഷോപ്പിൻ്റെ മുകളിൽ റൂമുണ്ട്. വാഷ് ചെയ്യാനും ഇതിനൊക്കെ നമ്മൾ അവിടെ കയറിയിട്ട് ചെയ്തിട്ടാണ് നമ്മൾ ക്ലിയർ ആക്കിയത്.
ഇങ്ങനെ നിരവധിയായിട്ടുള്ള രക്ഷാപ്രവർത്തകർ ഇതിന്റെ ഭാഗമായിരുന്നു. ഇതിൽ കുറച്ച് ആളുകളെ മാത്രമേ നമുക്ക് നിലവിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇതിൽ പ്രധാനപ്പെട്ടതായിരുന്നു ഈ വനിതാ സന്നദ്ധ പ്രവർത്തകർ എന്നുള്ളത്. അവർ തിരച്ചിലിനും ഒപ്പം തന്നെ ആശുപത്രിയിലും വളരെ സജീവമായിരുന്നു. വല്ലാത്തൊരു അനുഭവമായിരുന്നു അല്ലേ അത്? അതെ, വല്ലാത്ത അനുഭവമായിരുന്നു. ഞങ്ങൾ പിന്നെ കേട്ട 30-ാം തീയതി തന്നെ ഇവിടെ പോത്തുകൽ ഭൂദാന പുഴയോരത്ത് എത്തിയിരുന്നു. ഞങ്ങൾ 30 പേരുണ്ടായിരുന്നു. അതിൽ ഉച്ച 7 മണിക്ക് എത്തിയിട്ട് ഞങ്ങൾ 12 മണി വരെ തിരച്ചിൽ പങ്കെടുക്കുകയായിരുന്നു. അതിലാണ് ഞങ്ങൾക്ക് ഫോൺ വന്നത്, നിങ്ങൾ ഇവിടേക്കാൾ നിങ്ങളുടെ ആവശ്യം പിന്നെ നിലമ്പൂർ മോർച്ചറിയിലാണെന്ന്. ഇത് കേട്ടപ്പോൾ ഞങ്ങൾ 2 സംഘമായിട്ട് പിരിഞ്ഞിട്ട് 15 പേര് ആദ്യം തന്നെ മോർച്ചറിയിലേക്ക് പോയി. പിന്നെ 15 പേര് ഇവിടെ തിരയുന്ന ആൾക്കാർക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ നടത്തി. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ വല്ലാത്തൊരവസ്ഥയായിരുന്നു. ഞാനൊക്കെ പറഞ്ഞാൽ പിന്നെ അപകടങ്ങളും വലിയ ആക്സിഡന്റുകളൊക്കെ കാണുമ്പോൾ മൊബൈലിൽ നമ്മൾ കാണുമ്പോൾ കണ്ണടച്ചു പോകലും നമ്മൾ തിരിഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. പക്ഷെ അവിടെ എത്തിയപ്പോൾ ദൈവം നമുക്ക് അതിനൊക്കെ ഉള്ളൊരു മനസ്സാന്നിധ്യം തരികയായിരുന്നു. നമ്മളത് ടെക്സ്റ്റൈലിൽ നിന്ന് ഫ്രീസറിലേക്കും ഫ്രീസറിൽ നിന്ന് പോസ്റ്റ്മോർട്ടം ടേബിളിലേക്കും ഒക്കെ എടുത്തു വെക്കാനും ഇൻക്വസ്റ്റ് നടത്തുന്നതിൻ്റെ മെഡിക്കൽ സംഘത്തോടൊപ്പം ഞങ്ങൾ എല്ലാ സഹായങ്ങളും അവിടെ ചെയ്തു കൊടുത്തിരുന്നു. ഞങ്ങൾ രാത്രി പിന്നെ അടുത്ത് ആൾക്കാർ വരുന്നത് വരെ ഷിഫ്റ്റ് ചെയ്യുന്നവരെ ഞങ്ങൾ ആ പ്രവർത്തനം തുടർന്നുകൊണ്ടേയിരുന്നു. പിന്നെ അങ്ങനെ ഓരോ ദിവസവും ഞങ്ങൾക്ക് രാവിലെയൊക്കെയാണ് ഫോൺ വരിക, നിങ്ങൾ ഇത്ര പേര് മോർച്ചറി അവിടെ നിലമ്പൂർ ഹോസ്പിറ്റലിൽ എത്തണമെന്ന് പറഞ്ഞിട്ട്. ഞങ്ങൾ ആ സമയത്ത് അവിടെ എത്താറുണ്ടായിരുന്നു. ലാസ്റ്റ് വരെ ഞങ്ങൾക്ക് ഇനി ഡോക്ടർ പറഞ്ഞു, ഇനി നിങ്ങൾക്ക് ഈ ബോഡികൾ എണ്ണം കുറവാണ്, ഇനി നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാമെന്ന് പറഞ്ഞു. അതുവരെ ഞങ്ങൾ അവിടെ സജീവമായി പ്രവർത്തിച്ചിട്ടുണ്ട്. അതെ, ഞങ്ങള് ഒന്നാമത്തെ ദിവസം ഞങ്ങൾ ഈ പരിസരത്ത് കൂടെ തന്നെ തെരഞ്ഞ്, രണ്ടാമത്തെ ദിവസം വണ്ടൂർ CA അതേപോലെ 2-3 തണ്ടർ ബോട്ടുകാരെ ഞങ്ങൾക്ക് കിട്ടി. കാരണം കൊടുമ്പാനത്ത് കൂടെയാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ പോയി, അതിൻ്റെ ഇടയിൽ ചെറിയ പാർട്സുകൾ കിട്ടും. എൻ്റെ കൂടെ 10 ആളുകളാണ് എനിക്ക് തന്നിരുന്നത്. അവരെ കിട്ടിയതിനനുസരിച്ച് ഞങ്ങൾ കൊണ്ടുവരും. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ഉള്ളോട്ട് പോയി, അവിടുന്ന് കുറേ നടന്നു, പിന്നെ ക്ഷീണിച്ച് പിന്നെ അവിടുന്ന് കിട്ടിയ ഒരു ബോഡിയും കൊണ്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നു. പിന്നെ ഇവിടെ വന്ന് ഈ ട്രാക്ടറിൽ ഒക്കെ കയറ്റിയിട്ടാണ് ഞങ്ങൾ ഇത് കൊണ്ടുവന്നിരുന്നത്. ഇങ്ങനെ ഇത്തരത്തിൽ നിരവധി രക്ഷാപ്രവർത്തകർ ഇവിടെ ഉണ്ടായിരുന്നു. പലരും വനത്തിനുള്ളിൽ രക്ഷാപ്രവർത്തനം നടത്തിയവരുണ്ടായിരുന്നു, നിലമ്പൂർ ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഈ തെരച്ചിലിന്റെ ഭാഗമാകുന്നു. ഇവരുടെ അഭിപ്രായങ്ങൾ കൂടി പരിഗണിച്ചായിരിക്കും ഒരു അതിജീവനം നടക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ക്രിസ്റ്റീന. സമീർ ബിൻ കരീമാണ് ചേർന്നത്.